നമസ്കാരം. പാലക്കാടൻ ഉഷിര്, പാലക്കാട്ടിലെ ഈ ചൂട് പോലും തോൽപ്പിക്കുന്ന വീര്യം, തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ, കരിമ്പനക്കാടുകളിൽ ഇറങ്ങിയ ഒറ്റക്കൊമ്പൻ, പെണ്ണൊരുത്തി. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, നമ്മുടെ ശോഭാജിയെ കുറിച്ചാണ്. ശോഭാ സുരേന്ദ്രൻ ഒരു ചില്ലറക്കാരിയൊന്നല്ലെന്ന് എല്ലാവർക്കും അറിയാം. നിന്നിടത്തെല്ലാം തന്നെ വമ്പിച്ച വോട്ട് വിഹിതം നേടാൻ സാധിച്ച പെണ്ണൊരുത്തി, ദ ജയന്റ് കില്ലർ എന്ന എതിരാളികൾ വിളിക്കുന്ന കില്ലർ. പക്ഷേ ഒരിടത്തും വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ എന്നത് സത്യമാണ്. പക്ഷേ ഇക്കുറി ആ ചീത്തപ്പേര മാറ്റി എഴുതും. ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു തന്നെ കയറും. പാലക്കാടുകാർ പോലും പറയുന്നു ശോഭാ സുരേന്ദ്രൻ തന്നെ ജയിക്കുമെന്ന്. കാരണം അനുകൂല കാറ്റാണല്ലോ വീശുന്നത്. പക്ഷേ അസൂയക്കാർ ഇതിനെ വിളിക്കും ഡീലാണെന്ന്. അതെങ്ങനെ ഒരു ഡീലാണെന്ന് പറഞ്ഞു തള്ളാൻ സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? ശോഭാജി ജയിക്കുമെന്നായപ്പോൾ അസൂയക്കാർ പറഞ്ഞിറക്കാൻ തുടങ്ങിയ ആ പുതിയ ക്യാപ്സ്യൂൾ ഇത് CPM-ന്റെ ഡീലാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞിറക്കാൻ തുടങ്ങി. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. പിഷാരടിയെ നിർത്തിയിട്ടാണ് കോൺഗ്രസ് ഈ വലിയ ഡയലോഗ് അടിക്കുന്നത്. പിഷാരടിയേക്കാൾ എത്രയോ നല്ല മികച്ച കാൻഡിഡേറ്റ്സുകളെ നിർത്താമായിരുന്ന ഇടത്താണ് പിഷാരടിയെ കൊണ്ട് നിർത്തി വെറുതെ ചീത്തപ്പേര് വാങ്ങിച്ച് പിഷാരടിയെ കുറച്ച് കാണുന്നത് നല്ലത് കേട്ടോ. കാരണം ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ കഴിവും കുറച്ച് കാണരുതെന്ന്. തീർച്ചയായിട്ടും പിഷാരടി കഴിവ് കുറച്ച് കാണുകയല്ല, അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. സ്റ്റേജ് ഷോ പെർഫോം ചെയ്യാനും ജനങ്ങൾക്കിടയിലെ കയ്യടി നേടാനും ജനങ്ങളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഉള്ള കഴിവുകൾ ഏതായാലും പിഷാരടിക്കുണ്ട്. ആ കഴിവൊന്നും ഈ പറയുന്ന മറ്റു പലർക്കും ഇല്ല. പക്ഷേ ശോഭാ സുരേന്ദ്രനെ പോലെ രാഷ്ട്രീയ പ്രവർത്തക എന്ന കഴിവ് പിഷാരടിക്കുമില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഡീല് നടത്തിയത് ആരാണെന്ന ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. എന്തായാലും കരിമ്പനകളുടെ നാട്ടിൽ തീ ചൂടിനെ വെല്ലുന്ന പ്രചാരണ ചൂട് തന്നെയാണ്. ഈ ചൂടിനെ മറികടന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു വരുമെന്നാണ് പലരും പറയുന്നത്. പാലക്കാട് BJP ജയിപ്പിക്കാൻ CPM ഡീൽ ഉണ്ടാക്കിയെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അത് നിങ്ങൾ ശരിവെക്കുന്നുണ്ടോ? അതായത് ഇനി ഭാവിയിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു വരുമ്പോഴുള്ള ക്യാപ്സ്യൂൾ ഇപ്പോഴേ റെഡിയെന്ന് സാരം. പാലക്കാട്ടെ ജയത്തിന് പകരം 10 സീറ്റിൽ CPM-നെ BJP സഹായിക്കുമെന്നാണ് ആരോപണം അത്രേ. 2016-ൽ 40,076 വോട്ട് പിടിച്ച ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ലക്ഷ്യമിടുന്നത് ജയം മാത്രമാണ്. നാട്ടുകാരനെന്ന ആനുകൂല്യം വോട്ടാവുമെന്ന പ്രതീക്ഷയിൽ രമേശ് പിഷാരടി ഇറങ്ങുമ്പോൾ ന്യൂനപക്ഷ വ്യാപാരി വോട്ട് സമാഹരണത്തിന് സ്വതന്ത്ര പരീക്ഷണത്തിനാണ് LDF-ഉം ഇറങ്ങുന്നത്. പാലക്കാട് BJP-യിലേക്ക് വോട്ട് മറിക്കുമെന്ന ആശങ്കയിൽ ഇരു മുന്നണികൾ ഉണ്ടെന്ന സാരം. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സ്ഥാനാർത്ഥി ആയതോടുകൂടി തന്നെ മണ്ഡലത്തിൽ മറ്റു പേരുകൾ ഒന്നും തന്നെ പരിഗണിച്ചില്ല. കേന്ദ്ര നേതൃത്വം അന്തിമ തീരുമാനം എടുത്തപ്പോൾ ആറന്മുളയിൽ മത്സരിക്കാൻ ND രമേശിനോട് ആവശ്യപ്പെടുകയും വട്ടിയൂർക്കാവിൽ ശ്രീലേഖ വരികയും ചെയ്തു. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുമെന്നൊക്കെ ചർച്ചകൾ വരുന്നതിന് വളരെയധികം മുൻപ് തന്നെ, ഔദ്യോഗിക പ്രചാരണങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ BJP ശോഭാ സുരേന്ദ്രൻ എങ്ങനെയായിരിക്കണം പാലക്കാട് ഇറങ്ങുക എന്ന ചിന്ത വളരെ നേരത്തെ തന്നെ ശോഭാ സുരേന്ദ്രൻ മനസ്സിൽ കോട്ട കെട്ടി തുടങ്ങി. പാലക്കാടിന്റെ ഇപ്പോഴത്തെ ഒരു നില എന്താണ്? പാലക്കാടിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് കർമ്മ മണ്ഡലമാണ് എന്ന് പാലക്കാട്ടുകാരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന അതേ സ്ട്രാറ്റജി. ഒരു 10 പേർ കൂടി നിന്നാൽ 5 പേരും പറയും ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന്. ബാക്കി നിൽക്കുന്ന 4 പേർ പറയും രമേശ് പിഷാരടി ജയിക്കുമെന്ന്. ബാക്കി നിൽക്കുന്ന ഒരാൾ പറയും ചിലപ്പോൾ LDF ജയിക്കും കേട്ടോ, പറയാൻ പറ്റില്ല എന്ന്. എന്തായാലും ആര് ജയിച്ചാലും ശരി തോറ്റാലും ശരി 1500 രൂപ മാസം പച്ചക്കറി വാങ്ങാൻ സ്ത്രീകൾക്ക് നൽകുമെന്ന ശോഭാ സുരേന്ദ്രന്റെ ആ പ്രഖ്യാപനം നടപ്പിലാക്കിയാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ പാലക്കാട്ടുകാർ പറയുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു അടി പൊട്ടിക്കാനായിട്ട് ചിലരൊക്കെ ശ്രമിച്ചു കേട്ടോ. ആരെ കൊണ്ട്? ശോഭാ സുരേന്ദ്രനെ കൊണ്ടും ശിവനെ കൊണ്ടും. പക്ഷെ അത് രണ്ടും നടന്നില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ പാലക്കാട് കാലുകുത്തിയപ്പോൾ ശിവനാണ് സ്വീകരിച്ച് എടുത്തത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. എന്തായാലും രാഷ്ട്രീയ സാഹചര്യത്തിൽ, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന സംഘപരിവാറിന്റെ നിർദ്ദേശം പാർട്ടി മുഖവിലക്കെടുക്കുകയാണ്. പ്രശാന്ത് ശിവനെ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച ആലത്തൂരിൽ പരിഗണിക്കാനായിരുന്നു തീരുമാനം. പക്ഷെ നടന്നില്ല. 2016-ൽ പാലക്കാട് ശോഭ 2ാം സ്ഥാനത്തായിരുന്നു. 2021-ൽ ശ്രീധരനിലൂടെ BJP 2ാം സ്ഥാനം നിലനിർത്തിയിരുന്നു. പാലക്കാട് നഗരസഭാ അധ്യക്ഷനും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ P സ്മിതേഷിനാണ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല പൂർണ്ണമായും കൊടുത്തിരിക്കുന്നത്. 2016-ൽ കോൺഗ്രസിലെ ഷാഫി പറമ്പിലായിരുന്നു ശോഭയുടെ മുഖ്യ എതിരാളി. 17,483 വോട്ടിനാണ് ഷാഫി ജയിച്ചത്. ശോഭ 40,076 വോട്ട് നേടിയിരുന്നു. 2021-ൽ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഷാഫിയുടെ ഭൂരിപക്ഷം 3,859 കുറയ്ക്കാൻ സാധിച്ചു. അന്ന് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിവെച്ച ആ ബെഞ്ച് മാർക്ക് കൊണ്ട് തന്നെയാണ്. സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പുറത്തായതോടുകൂടി പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ ചലച്ചിത്ര
താരം രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമ്പോൾ പിഷാരടിയെ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങനെ കുറച്ചൊന്നും കാണാൻ കഴിയില്ല. 10 പേർ കൂടി നിൽക്കുകയാണെങ്കിൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് ഒരു 5 പേർ പറഞ്ഞാൽ 4 പേർ പറയും പിഷാരടി ജയിക്കുമെന്ന്. എന്നാൽ അദ്ദേഹത്തെ ചലച്ചിത്ര താരമെന്ന് പറഞ്ഞ് അങ്ങനെ മാറി നിർത്താൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ അന്നവും അദ്ദേഹത്തിന്റെ നിത്യജീവിതവും നിത്യ ഉപാധിയും ഒക്കെ സിനിമയാണ്. അദ്ദേഹത്തിന്റെ കഴിവൊന്നും അങ്ങനെ കുറച്ച് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ശോഭാ സുരേന്ദ്രന് പോലും വിഷമമുണ്ട്. തന്റെ എതിരാളികൾ കുറച്ചുകൂടി ശക്തരായ നേതാക്കളാകണമായിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പോലും പരാതി പറയുകയാണ്. ശക്തരായ എതിരാളികൾ നിർത്താൻ, അല്ലെങ്കിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡീലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഹേ എന്ന് ശോഭാ സുരേന്ദ്രൻ മുഖത്ത് നോക്കി ചോദിക്കുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പി സരിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും സരിൻ തോൽക്കുമെന്ന് സരിൻ തന്നെ വിധി എഴുതിയ സ്ഥിതിക്ക് പാർട്ടി അംഗങ്ങളോട് പറഞ്ഞു എനിക്ക് മറ്റെവിടെയെങ്കിലും ഒന്ന് തരാമോ പ്ലീസ് എന്ന്. പക്ഷേ അതും കിട്ടിയില്ല. പാർട്ടി പൂർണ്ണമായി സരിനെ തള്ളിക്കളഞ്ഞു. 2024 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സരിൻ മത്സരിച്ചെങ്കിലും തോറ്റു തുന്നമ്പാടി. വീട്ടമ്മമാർക്ക് പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ 1500 രൂപ പ്രതിമാസം. അക്ഷയ കാർഡ് തെരഞ്ഞെടുപ്പ് പാലക്കാട് അക്ഷയ കാർഡ് വഴി നൽകും. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടുകാർക്ക് മുന്നിൽ ഞാൻ ഉറപ്പുവെക്കുന്നു. ആര്? ശോഭാ സുരേന്ദ്രൻ. പ്രതിമാസം 1500 രൂപ നേരിട്ട് പച്ചക്കറി സാധനങ്ങൾ വാങ്ങാനുള്ള അക്ഷയ കാർഡ് DBT വഴി നേരിട്ട് അക്കൗണ്ടിൽ. ഒട്ടേറെ സ്ഥലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഈ മോഡൽ നമുക്ക് പാലക്കാട് ഒരുമിച്ച് നടപ്പിലാക്കാൻ സാധിക്കും. പാലക്കാട്ടുകാരുടെ ക്ഷേമത്തിന് താമര ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് ജനം തന്നെ പറയുന്നു ശോഭാ സുരേന്ദ്രന്റെ കർമ്മമണ്ഡലമാണ് പാലക്കാടെന്ന്. അപ്പോൾ പിന്നെ ഇനി ആര് പറയണം? നിങ്ങൾ തയ്യാറല്ലേ? 9-ാം തീയതി ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലേ? അപ്പോൾ പാലക്കാട്ടുകാരുടെ ആവേശവും ചൂടുമൊക്കെ എങ്ങോട്ടാണ്? ശോഭാ സുരേന്ദ്രനിലേക്കാണോ അതോ പിഷാരടിയിലേക്കാണോ? അതോ ബിരിയാണി ഇഷ്ടമുള്ള പാലക്കാട്ടുകാർ ബിരിയാണിയും കഴിച്ച് വോട്ട് ചെയ്യാൻ അങ്ങോട്ടേക്ക് പോവോ? എങ്ങനെ?